മീറ്റ് ദ ലീഡർ എന്നുള്ള ആദ്യത്തെ പ്രോഗ്രാമാണ് നമ്മുടെ. അതിന് സംസ്ഥാനത്തിന് പ്രതിപക്ഷ നേതാവിനെ തന്നെ നമുക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുകയാണ്. അദ്ദേഹം ഇന്നിവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. 2:30 നമ്മുടെ സമയം പറഞ്ഞത് ചില വൈകിയത്. അപ്പം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കോട്ടയത്തെ മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും പേരിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രത്യേക സ്വാഗതം വേണ്ട, അദ്ദേഹത്തെയും എന്തായാലും ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. DC പ്രസിഡന്റ് സുരേഷ് ഏട്ടൻ, വിൽസൺ മാത്യൂസ്, എല്ലാവരെയും പ്രിയപ്പെട്ട എല്ലാ മാധ്യമപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പരിപാടിയിലേക്ക് നേരിട്ട് കിടക്കാം. പ്രസിഡന്റ്, മറ്റു മാധ്യമപ്രവർത്തകർ, പ്രിയപ്പെട്ട നേതാക്കൾ, വീണ്ടും കോട്ടയം പ്രസ് ക്ലബിൽ ഒരിക്കൽ കൂടി വീണ്ടും പ്രസ് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പടക്കുകയാണ്. വളരെ ചിട്ടയായ മുന്നൊരുക്കത്തോടും തയ്യാറെടുപ്പോടും കൂടിയാണ് ടീം UDF ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നൊരുക്കങ്ങൾ നടത്തിയതിന്റെ ചാരിതാർത്ഥ്യത്തോടെ കൃത്യമായി ഉജ്ജ്വലമായ ഒരു വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് UDFിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആദ്യം ഒരാഴ്ച മുമ്പ് ഈ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം ഞങ്ങൾ സമർപ്പിച്ചു. ആ കുറ്റപത്രം ഗവൺമെന്റിനെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ വിചാരണ ചെയ്യുന്ന ഒരു കുറ്റപത്രമാണ്. രണ്ടാമത്, ഗവൺമെന്റിനെ വിമർശിക്കുമ്പോഴും ഗവൺമെന്റിന്റെ തെറ്റുകൾ പറയുമ്പോഴും അതേ അവസരത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്താണ് ഓൾട്ടർനേറ്റീവ് ബദൽ എന്താണ്, ഓൾട്ടർനേറ്റീവ് എന്താണ്, പ്രോജക്റ്റുകൾ എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായിട്ടുള്ളൊരു മാനിഫെസ്റ്റോ അത് ഞങ്ങൾ വളരെ ഗൗരവപൂർവ്വം തയ്യാറാക്കിയെടുത്ത ഈ കേരളത്തിന്റെ ഭാവി തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതിയ മാനങ്ങൾ ഉണ്ടാക്കുന്ന, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന ബഹുമുഖങ്ങളായ പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ കൂടിയാണ്. നമുക്കറിയാം, തീർച്ചയായിട്ടും ശബരിമലയിൽ ഒരു സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. കാരണം ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറകിൽ ഒരു വലിയ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചനയിൽ സംസ്ഥാനം ഭരിക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ CPM-നും പങ്കുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും ദ്വാരപാലക ശില്പത്തിന്റെ കവർച്ചയ്ക്കും പുറകിൽ നടന്നിരിക്കുന്ന ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കുള്ളതുകൊണ്ടാണ് 2 പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ പോയിട്ട് CPM നേതൃത്വം ഒരു അച്ചടക്ക നടപടി പോലും അവർക്കെതിരെ സ്വീകരിക്കാത്ത അമ്പരന്ന് നിൽക്കുകയാണ് കേരളം. കാരണം മോഷണ കേസിൽ പ്രതികളായിട്ടാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ പോയിരിക്കുന്നത്. വെറും മോഷണമല്ല, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ പേരിൽ ജയിലിൽ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കൾ പോയിട്ടും സംഘടനാപരമായ നടപടി പോലും സ്വീകരിക്കില്ല എന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ എടുത്തത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? ഇവർ ഇനിയും മൊഴി കൊടുത്താൽ ഇതിനേക്കാൾ ഉയർന്ന CPM നേതാക്കൾ കൂടി ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള ഭീതിയാണ് അവർക്കെതിരായി നടപടി എടുക്കാത്തത്. എന്തൊരു പാർട്ടിയാണ് CPM? ഒരു സ്ഥാനാർത്ഥി 20 വർഷത്തേക്ക് പോലീസിനെ ബോംബെടുത്തതിന് ശിക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾക്കൊരു കുഴപ്പമില്ല, അയാള് ജയിലിൽ പോട്ടെ, അയാള് സ്ഥാനാർത്ഥിയെ തുടരും എന്നൊക്കെ പറയും. ഇങ്ങനൊരു പാർട്ടി ഈ ഭൂലോകത്ത് എവിടെയെങ്കിലും ഉണ്ട്? കേരളത്തിലെ, ഇന്ത്യയിലല്ല, ഭൂലോകത്ത് എവിടെയെങ്കിലും ഉണ്ട്? ഇതുപോലത്തെ ഒരു ക്രിമിനൽ 20 വർഷത്തേക്ക് കൺവിക്ട് ചെയ്തിരിക്കുകയാണ്. പോലീസ് ജീപ്പിന് നേരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബോംബെടുത്തതിന്റെ പേരിലാണ്. ഗുരുതരമായ ഒരു കൺവിക്ഷനാണ്. എന്നിട്ട് അയാൾ സ്ഥാനാർത്ഥിയായി തുടരും, അയാൾ പാർട്ടിയിൽ തുടരുവാണ്. അപ്പൊ മോഷ്ടാക്കളുടെയും ക്രിമിനലുകളുടെയും സംഘമായി കേരളത്തിലെ CPM മാറിയിരിക്കുക. അതൊക്കെ ഞങ്ങൾ ഉറപ്പായി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യും. ഇപ്പൊ കണ്ടില്ലേ, ലേബർ കോഡ് പുറത്തു വന്നപ്പോ ലേബർ കോഡിന്റെ കരട് വിജ്ഞാപനം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് കേരളത്തിലെ തൊഴിൽ വകുപ്പ്. കേരളത്തിലെ ഞങ്ങൾക്ക് അവരുടെ പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടാന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഇടതു മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല, കേരളത്തിലെ പ്രതിപക്ഷമായി ചർച്ച ചെയ്തിട്ടില്ല.
കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തിട്ടില്ല. അതിപ്പോ വാർത്ത വന്നിരിക്കുന്നത് കരട് വിജ്ഞാപനം 2021 തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് മന്ത്രി 2022 അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ് 2022. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും ട്രേഡ് യൂണിയനുകളുമായും ചർച്ച ചെയ്തതിനു ശേഷമേ കരട് വിജ്ഞാപനം ലേബർ കോഡിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ PMC എന്നതുപോലെ പറ്റിക്കാണ് 2021 കരട് വിജ്ഞാപനം തയ്യാറാക്കി വെച്ചിട്ട് 22 പറയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നു. ഓൾറെഡി തയ്യാറാക്കി PMCയിൽ ഒപ്പിട്ട് വന്നിട്ടാണ് മന്ത്രിസഭയിൽ മന്ത്രി കെ രാജൻ ഇതിൽ ഒപ്പുവെക്കരുത് എന്ന് വാദിക്കുമ്പോൾ മിണ്ടാതിരുന്നത് മുഖ്യമന്ത്രിയും ഈ വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരുന്നു. ഒപ്പുവെച്ചിട്ടാണ് വന്നത്. എന്തൊരു കാവട്യെന്നാലേക്കണം. സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ അവര് പാവങ്ങളെ പോലെ സംസാരിക്കാൻ ഇതിൽ ഒപ്പുവെക്കുന്നത്. ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുകയാണ് ക്യാബിനറ്റിൽ. അതുപോലെയാണ് ഈ ലേബർ കോഡിന്റെ കരട് വിജ്ഞാപനം എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് പറയാണ് അതൊക്കെ ചർച്ച ചെയ്യുമെന്ന് പറയും. ഇപ്പൊ ഇത് പുറത്തു വന്നപ്പോഴാണ് വേതനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല 4 ലേബർ കോഡിന്റെ കാര്യത്തിലും ഇവർ കരട് വിജ്ഞാപനം തയ്യാറാക്കി വെച്ചു. ആരുമായിട്ട് ചർച്ച ചെയ്യാൻ BJPക്ക് വിധേയരായിരിക്കുന്ന ഒരു സർക്കാരാണ്. BJPയുടെ നയങ്ങളെ പുറത്തു മാത്രം പറയുകയും എന്നാൽ എല്ലാ നയങ്ങൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സംഭവമാണ്. ആ BJP ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമല വിഷയത്തിൽ CPMന് അനുകൂലമായ നിലപാടാണ്. പരസ്യമായി അത് പറയുന്നില്ലെങ്കിലും അതിൽ CPMനെ കുറ്റപ്പെടുത്താത്ത ഒരു നിലപാടുമായിട്ടാണ് BJP പോകുന്നത്. BJP കേരളത്തിൽ ധാരാളം അന്തഛിദ്രങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരിവിടെ വന്ന് ന്യൂനപക്ഷ സമുദായങ്ങളിലെ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കേക്കുമായിട്ട് പോകും. ക്രിസ്മസ് ഈസ്റ്റർ ദേശീയ തലത്തിൽ അവര് കന്യാസ്ത്രീമാരെ ആക്രമിക്കും, വൈദികരെ ആക്രമിക്കും, വൈദികരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും, ആരാധനാലയങ്ങൾ ആക്രമിക്കും, പ്രാർത്ഥന കൂട്ടായ്മകൾ ആക്രമിക്കും. BJPയുടെയും സംഘപരിവാറിന്റെയും ഏജന്റുമാർ ഇവരിതെല്ലാം ചെയ്യും. എല്ലായിടത്തും കുഴപ്പമുണ്ടാകും. ക്രിസ്മസ് ആരാധന പോലും അവർ തടസ്സപ്പെടുന്നു. എന്നിട്ട് ആദ്യം തൊഴിലത്തെ ചെന്നായ പോലെ ഇവിടെ വന്ന് ക്രൈസ്തവ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വരുമ്പോൾ അഭിപ്രായം മാറ്റും. ഇതിപ്പോ ക്രൈസ്തവ സമൂഹത്തിൽ ഇത് ബോധ്യം വന്നിരിക്കുന്നു. ദേശീയ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ക്രൈസ്തവരുടെ നേരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയും കേരളത്തിൽ വന്ന് ക്രൈസ്തവരുടെ വോട്ട് തട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കാപട്യത്തെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും തിരിച്ചറിയും. ഇവർ ഒരുമിച്ചാണ് ഒരേ കോണയിൽ യാത്ര ചെയ്യുന്ന ആളില്ല. അവരെ രണ്ടുപേരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഉജ്ജ്വലമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ UDF നേടും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി കേരളത്തിലെ വിട്ടുപോകുന്നത്. മധ്യ കേരളത്തില് ഇലക്ഷനെ പ്രകടമായ രീതിയിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തു. ഇത്തവണയും ആ പ്രതിഫലനം ഉണ്ടാവുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലും കേരളത്തിലും മൊത്തം UDFന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. അതിനുശേഷം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. മിക്കവാറും സ്ഥലത്ത് 90% സ്ഥലത്ത് പ്രതിപക്ഷം തോക്കിയാണ് ഉണ്ടായത്. പക്ഷെ കേരളത്തിൽ മാത്രം ഉദാഹരണത്തിന് തൃക്കാക്കരയിൽ PT തോമസ് ജയിച്ചതിന്റെ ഇരട്ടി വോട്ടിനാണ് ഉപതെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിനെ ഞങ്ങൾ ജയിച്ചത്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ജയിച്ചതിന്റെ 4 ഇരട്ടി വോട്ടിന് 37,000 വോട്ടിനാണ് പുതുപ്പള്ളിയിൽ ജയിച്ചത്. പാലക്കാട് ഷാഫിപ്പറമ്പിൽ ജയിച്ചതിന്റെ 5 ഇരട്ടി വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്. ചേലക്കര തോറ്റെങ്കിലും 40,000 വോട്ടിന്റെ LDFന്റെ ഭൂരിപക്ഷം 12,000 കുറച്ചു. നിലമ്പൂരിൽ ഞങ്ങൾ LDF ജയിച്ച സീറ്റ് 3000-ഓളം വോട്ടിന് ജയിച്ച സീറ്റ് ഞങ്ങൾ 17,000-ലധികം തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ 4.5 വർഷക്കാലം ലോക്കൽ ബോഡിയിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും മേൽക്കൈ UDFിലാണ്. ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം UDFിന് കുറെ കൂടി അനുകൂലമാണ്. കാരണം ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം വെറുക്കുന്നു. ആ വോട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും. അപ്പൊ കോട്ടയത്തടക്കം മധ്യ കേരളത്തിൽ ഗംഭീരമായ വിജയം. അന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ഇന്ന് ഞങ്ങളുടെ കൂടെ. UDF എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചു, ഇത് കേവലം കുറെ പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല. ഇപ്പോൾ കുറെ പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കൂടിയായി ഞങ്ങൾ UDFനെ വികസിപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിന്റെ അടിത്തറ കുറെ കൂടെ വിപുലീകരിക്കും, സംശയം വേണ്ട. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം
UDF-ന്റെ എംപികൾ ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ നിരവധി കക്ഷികൾ UDF-ന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് അപേക്ഷ വന്നത്. ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത്. ഇനിയും വരും കക്ഷികൾ UDF-ൽ. കക്ഷികൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. കോൺഫെഡറേഷൻ ഓഫ് പാർട്ടീസ് മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു വിപുലമായ ഒരു സംവിധാനം ഇന്നത്തെ UDF-ലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പൊക്കെ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അതൊക്കെ പണ്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയിരുന്നത് പണ്ട് CPM ആണ്. 30 കൊല്ലക്കാലം ജമാഅത്ത് ഇസ്ലാമിയുടെ തോള കഴിഞ്ഞിട്ടാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും നടന്നത്. CPM-ന്റെ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. ആ എല്ലാ തെരഞ്ഞെടുപ്പിലും LDF-ലാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ. ഇപ്പൊ അവർ വെൽഫെയർ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ UDF-ൽ പിന്തുണ കൊടുത്തു. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു. അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവരുമായി അവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ ശബ്ദം കേരളത്തിൽ ഉയർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതായത് ഒരു സെക്യുലർ ശബ്ദം. അത് കേരളം പ്രത്യേകമായി എന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചു. ലീഗ് അങ്ങനെ ചെയ്തത് തെറ്റാണ്, സംഘർഷം ഉണ്ടാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പിരിഞ്ഞുപോയ അയ്യന്നൻ അവരെ ചേർത്ത് വിളിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പൊ അധികാരത്തിലിരിക്കുന്നത്. അവരുടെ മന്ത്രി വരെ കേരളത്തിലുണ്ടായിരുന്നു. ഈരാറ്റുപേട്ട നഗരസഭയിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDF-ന്റെ അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഇല്ല. ഞങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷിയോ അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടിയോ അല്ല. അങ്ങനെ പറയുമ്പോൾ ഈ 2 പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന വെൽഫെയർ പാർട്ടിയിലെ UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന സ്ഥാനാർത്ഥിമാർ ഞങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അതെനിക്കറിയില്ല. ഞാനൊരു UDF ചെയർമാനാണ്. അവര് ഞങ്ങളുടെ മുന്നണിയിലില്ല, ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടിയല്ല. അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ ഉണ്ടാവുന്നേ UDF പിന്തുണയുടെയൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ അത് ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ്. ഞാൻ ക്ലിയർ ചെയ്തു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ദേശാഭിമാനിലോ കൈകളിലോ കൊടുക്കാനുള്ള ഉത്തരം വേണ്ട, അതിന് എന്നോട് ചോദിക്കണ്ട. ഞാൻ ആൻസർ ചെയ്തു. വേറെ ഏതെങ്കിലും ചോദ്യം ചോദിക്കുക. നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ പറയില്ല. വേറെ ആർക്കെങ്കിലും ചോദിക്കുക. ഇതിപ്പോൾ സ്ഥിരമായി വന്നിട്ട് അല്ലല്ല, ഞാൻ സംസാരിക്കാം. താങ്കളല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കാം. അല്ല, ഇതിന്റെ ഇടയിൽ കയറി ഇല്ലല്ല, നിങ്ങളുടെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ആ മുഖ്യമന്ത്രിയോട് പോയിട്ട് ചോദിക്കില്ലല്ലോ. ഒരാളും ചോദിക്കില്ല. നിങ്ങളെ എന്നെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഇത് ഞാൻ അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തടസ്സപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. ഇപ്പൊ ഒരു സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നും കുറെ റിപ്പോർട്ടർമാരുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള റിപ്പോർട്ടർമാർക്ക് ചോദിക്കാൻ അവസരം പോലും കൊടുക്കാതെ ഇവര് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. ആ കിണിയിൽ ഞാൻ വീഴില്ല. മനസ്സിലായി? വേറെ ആർക്കും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും. എല്ലാം കഴിഞ്ഞു, നിങ്ങളെ കഴിഞ്ഞു. ഇനി വേറെ ആരും ചോദിച്ചു. സ്വർണ്ണക്കൊള്ളയും ചെമ്പുതകളും കൃത്യമായിട്ട് ജനസമൂഹത്തിൽ എത്തിക്കാനും ആ വികാരം പൊതുസമൂഹത്തെ അറിയിക്കാനും എന്തുകൊണ്ട് UDF-നെ കോൺഗ്രസിന് ഒരു ജനകീയ ജാഥ വാലുകളോട് നടത്തിക്കൂടാ? ഇപ്പൊ അതിനെ പറ്റിയ സമയമാണ്, തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഞങ്ങൾ ജാഥ നടത്തി. കേരളത്തിലെ 4 കോൺഗ്രസ് നേതാക്കന്മാര് വിവിധ എല്ലാ ജില്ലകളും കവർ ചെയ്തുകൊണ്ടുള്ള ജാഥ നടത്തി.
പത്തനംതിട്ടയിൽ അത് സമാപിച്ചു. ഞങ്ങളെല്ലാവരും അടക്കമുള്ള UDF നേതാക്കന്മാര് പദയാത്ര നടത്തി. പത്തനംതിട്ടയിൽ ഞങ്ങൾ വലിയ ഒരു സംഗമം നടത്തി. അതിനുശേഷം പന്തളത്ത് വലിയ പരിപാടി നടത്തി. പിന്നെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വികാരം ഉണർത്തുന്നത് ഗ്രാസ് റൂട്ട് ആണ്. ഇപ്പൊ ഇലക്ഷൻ നടക്കില്ലേ? ഈ ശബരിമല വിഷയത്തില് ഈ പത്മകുമാർ എത്തുകയാണ് ഇപ്പോഴത്തെ ഒരു മന്ത്രി അറിയാത്ത കാര്യത്തിൽ നടക്കും. അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ചല്ലോ ആദ്യമേ, ഈ ദ്വാരപാലക വിഗ്രഹം ശില്പം ഏത് കോടീശ്വരനാണ് കൊടുത്തത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കണം. ഞാൻ പറഞ്ഞു. അതിനാണ് എനിക്കെതിരായി നോട്ടീസ് അയച്ചത്. നോട്ടീസ് അയച്ചപ്പോ 2 കോടിയായിരുന്നു നഷ്ടപരിഹാരം ചോദിച്ചു. ഞാൻ മറുപടി അയച്ചു. അത് കഴിഞ്ഞിട്ട് കോടതിയിൽ കേസ് കൊടുത്തപ്പോ 10 ലക്ഷമായിട്ട് കുറഞ്ഞു. 2 കോടി 2 കോടിയുടെ മാനം 10 ലക്ഷമായിട്ട് കുറഞ്ഞു. കാരണം എന്താ? അപ്പോഴേക്കും പത്മകുമാറും വാസുവിനെയും അറസ്റ്റ് ചെയ്തു. അവരുടെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അയച്ചതാരാണ് എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ എനിക്കെതിരായിട്ടുള്ള കേസ് എടുക്കുമ്പോൾ ഞാൻ ആ തെളിവുകൾ കോടതിയിൽ ഹാജരാണ്. 2018-19 കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളുണ്ട്. ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഇവര് മൊഴി കൊടുത്തിട്ടുണ്ട്. അവരുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചത് ദേവസ്വം മന്ത്രിയാണ്. അത് ദേവസ്വം മാത്രമല്ല അതിനുശേഷം വന്ന ദേവസ്വം ബോർഡ് ഞങ്ങൾ പറഞ്ഞല്ലോ, ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണം, ആ ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണം എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും ചോദിച്ചു എന്താണ് 2019 നടന്ന സംഭവത്തിന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് എങ്ങനെ? പിന്നെ കോടതി പറഞ്ഞില്ലേ 2019 നടന്ന കൊള്ള പൂർണ്ണമായി ഇവർക്ക് അറിയാമായി. അത് ജനങ്ങളാരും അറിഞ്ഞില്ല, ഇവര് മാത്രമേ അറിഞ്ഞുള്ളൂ. ജനങ്ങളാരും അറിയാതിരുന്നപ്പോ സാധാരണ കള്ളന്മാർ ചെയ്യുന്നതുപോലെ ഒന്നുകൂടി 2024 ഇത് അറിഞ്ഞിട്ട് ഈ വലിയ കൊള്ള നടന്നു എന്ന് അറിഞ്ഞിട്ട് ഈ വ്യാജ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും പൂശാൻ വേണ്ടി മദ്രാസിലേക്ക് കൊടുത്തുവിട്ട ദേവസ്വം ബോർഡും അതിന് പുറമേച്ചു കൊടുത്ത ദേവസ്വം മന്ത്രിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ കണക്കിലാണ്. അപ്പൊ ഈ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഇനിയും ഒരുപാട് ആളുകൾ ആ ഘോഷയാത്രയിൽ പങ്കുചെയ്തു. CPM ആസ് എ പാർട്ടി ഈ ക്രിമിനൽ ഗൂഢാലോചനയിലുണ്ട്. അത് ഞങ്ങൾ അറിയണം. എനിക്ക് അത് അവര് തമ്മിലുള്ള ധാരണ പുറത്തു പറഞ്ഞിരിക്കും. CPM-ഉം അത് പത്മകുമാർ കൂടുതൽ വെളിപ്പെടുത്തുകകൾ നടത്തുമെന്നുള്ള ഭയമാണ്. കൂടുതൽ CPM നേതാക്കന്മാർ പ്രതികളാകുമെന്നുള്ള പേടി, അല്ലെങ്കിൽ അയ്യപ്പന്റെ ഈ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതിയായി അകത്തേക്ക് പോയ ആൾക്ക് CPM പോലത്തുള്ള ഒരു പാർട്ടി നടപടി എടുക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്താ അർത്ഥമുള്ളത്? അത് ഹൈക്കോടതി നിയോഗിച്ച SIT അല്ലേ, അവരന്വേഷിക്കട്ടെ. അപ്പൊ അവരിൽ അവിശ്വസിക്കേണ്ട ഘട്ടവും കൂടെ എത്തിയിട്ടില്ല. കാരണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണം നടക്കും. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൈക്കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ആവർത്തിച്ച് അവരെ അടിയവരയിട്ടുണ്ട്. ഈ കൂടുതൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിജയം നേടിയിട്ടുണ്ട്. പാലക്കാട് മികച്ച വിജയം നേടി. ആ ഇന്നലെ ഇപ്പോൾ പറയാമെന്ന് തോന്നുന്നു. അല്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല. എന്തിനാണ് ആവർത്തിക്കുന്നത്? നിങ്ങൾക്ക് അറിയില്ലേ? അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത്. ചെയ്തിട്ടില്ല, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൂടെ നിർത്തണം, ചേർത്ത് നിർത്തണമെന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം നേരത്തെ പാർട്ടി ചർച്ച ചെയ്ത് നടപടിയെടുത്തതാണ്. ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ ഒരു കാര്യത്തിൽ 2 പ്രാവശ്യം നടപടിയെടുക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, ഈ വിഷയം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടും അജണ്ട മാറ്റുന്നതിനും വേണ്ടിയിട്ടും മനഃപൂർവ്വമായി ചെയ്യുന്ന ഞങ്ങൾ UDF-ന്റെ മാനിഫെസ്റ്റോ ചില മാധ്യമങ്ങൾ കൂടി അതിന് CPM-നെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ ഞങ്ങൾ UDF മാനിഫെസ്റ്റോ കൊണ്ടുവരുന്ന അതേ സമയത്താണ് ഞങ്ങൾ UDF നേതാക്കൾ പത്രസമ്മേളനം നടത്തുന്ന അതേ സമയത്താണ് ഈ ഇതിൽ പുതിയ വാർത്തയല്ല, പഴയ വാർത്തയാണ്. ഞങ്ങളുടെ പാർട്ടി അതിന് നടപടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ കെണിയിൽ വീഴില്ല. ആ കെണി ആ ചർച്ചയിൽ പോവില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള മാറ്റി വേറെ ചർച്ചയാക്കാം എന്നുള്ള വിചാരം ആർക്കും വേണ്ട. ഞങ്ങൾ അതിൽ നിന്ന് വീഴില്ല. ഞങ്ങൾ ആ കാര്യത്തിലുള്ള കൃത്യമായ മറുപടിയും കൃത്യമായ നടപടിയും ഇപ്പൊ CPM എടുത്ത പോലെയല്ല. ഇപ്പൊ CPM സ്വർണ്ണക്കൊള്ള കേസിലും
ഈ ഒരുത്തര 20 വർഷം കൺവിക്ട് ചെയ്ത കേസിലെടുത്ത പോലെയല്ല. ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനകത്ത് സ്വീകരിക്കേണ്ട ഏറ്റവും മാതൃകാപരമായ കാര്യം ചെയ്ത ഒരു പാർട്ടിയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലം കൊണ്ടുവന്ന് അങ്ങനെ ഒരു സാധനം ഇട്ട് നീ അതിന്റെ പുറകെ കൂടാ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കെണിയിൽ ഞങ്ങൾ വീട്ടില്ല. നടപടിക്കെതിരെയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് UDF പ്രചരണം നടത്തുകയാണ്. അവിടെ എല്ലാം പഞ്ചായത്ത് അത് ശരിയാണ് സാർ? ഞാൻ ഐ മേഡ് ഇറ്റ് വെരി ക്ലിയർ. വേറെ ഒന്നുമില്ല. നത്തിങ് മോർ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കൃത്യമായിട്ടാണ് പറഞ്ഞത്. പച്ച മലയാളത്തിലാണ് പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള വാർത്ത നിങ്ങൾ ഓരോ ദിവസം എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ വല്ലവരുടെ ചോദിക്കും. അത്രയല്ല മറുപടി. അത്രയല്ല മറുപടി. ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിന്റെ 10-1 പോലും ഇല്ല കോട്ടയം ജില്ലയിൽ. കേരളത്തിൽ വളരെ കുറവാണ്. ഇപ്പൊ പതിവില്ലാത്തൊരു കാര്യം ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ പോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു അസൂയ തോന്നിയിട്ടുണ്ട്. CPM സാധാരണ റിബലാണ്. ഈ പ്രാവശ്യം കേരളം മുഴുവൻ CPM റിബലാണ്. തിരുവനന്തപുരം മുതൽ CPI 2 മുഖ്യ പാർട്ടികളും കോട്ടയത്തും തിരുവനന്തപുരത്തും എന്തോരം ദിവസമാണ്. പണ്ട് കോൺഗ്രസിനൊക്കെ പണ്ടുണ്ടാവും. അത് ഞങ്ങളിപ്പോ 10-1 കുറച്ചു. അതിൽ കുറെ പേര് പിൻവലിച്ചു. ഇനിയും കുറെ പേര് പിൻവലിക്കും. ആ തെരഞ്ഞെടുപ്പിന്റെ കട്ടെത്തുമ്പോൾ അവര് മുഖ്യധാരയിലേക്ക് അവർ ചെയ്യും. എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. ഇത് സ്വാഭാവികമാണ്. ചില സ്ഥലത്തൊക്കെ കോട്ടയത്ത് 39 വിമതന്മാരാണ് കോൺഗ്രസിനെതിരെ. അത് വേറെ ഏതോ ജില്ലയാണ്. ഇല്ലല്ലേ ഞങ്ങൾക്കെല്ലാം അറിയില്ല. അല്ല മാതൃഭൂമിയിൽ വരുന്ന മാതൃഭൂമിയിൽ എന്തൊക്കെ വാർത്ത വരുന്നത് അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഇന്നലെ മാതൃഭൂമിയിൽ ഒരു വാർത്ത ചാനലിൽ, അതായത് ഒരു റിബൽ സ്ഥാനാർത്ഥിയെ ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു. എന്റെ വോയിസ് റെക്കോർഡോടുകൂടി കറക്റ്റാണ്. ഞാൻ ജനിച്ചു വളർന്ന എന്റെ മുനിസിപ്പാലിറ്റിയിൽ എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ 2020 സ്ഥാനാർത്ഥിയായപ്പോൾ ഞാൻ അയാളോട് വിളിച്ച് ഒരിക്കലും പാർട്ടിക്കെതിരായിട്ട് നിൽക്കരുത്, പാർട്ടിയുടെ കൂടെ നിൽക്കണം, എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ പരിഹരിക്കണം. അത് എന്ത് പാർട്ടിയാണ് ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഞാൻ CPM ചെയ്യുന്ന പോലെ നീ അപ്പുറത്തെങ്ങാൻ പോയി മത്സരിക്കാൻ നിന്നെ തട്ടിക്കളയും എന്ന് പറഞ്ഞിട്ടില്ല, നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ടില്ല, നിന്റെ വീടിന് തീ വയ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ല, നിന്റെ വീടിന് കല്ലെറിയുമെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. കൂടെ നിൽക്കണം പാർട്ടിയുടെ. നിങ്ങൾ നോക്കിക്കോ, അതൊക്കെ നോക്കിക്കോ. അത് വാർത്തയാക്കി. ഞാൻ ഇനി പറയാം, ഞാനൊരു 300-ലധികം പേര് സ്റ്റേറ്റ് ഒട്ടത്ത് വിളിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾ, പകുതിയിലധികം ആളുകൾ പിൻവാങ്ങി പറഞ്ഞപ്പോ അവരൊക്കെ വൈകാരികമായിരുന്ന ചില തീരുമാനങ്ങൾ എടുത്താണ്. ഞാൻ പാർട്ടിയുടെ ലീഡർഷിപ്പിരിക്കുന്നതാണ്. എന്റെ അടുത്തിരിക്കുന്ന തിരുവനന്തപുരം രാധാകൃഷ്ണനും അപ്പുറത്തിരിക്കുന്ന APCC ഭാരവാഹികളും DCC പ്രസിഡന്റൊക്കെ എത്ര പേരെ വിളിച്ചാണ് വിളിക്കുക. എല്ലാ പാർട്ടിയും വിളിക്കും. CPM വിളിക്കുന്ന പോലെ അല്ല ഞങ്ങൾ വിളിക്കുന്നതാണ്. ഇത് ഭയങ്കര വാർത്ത. ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഞങ്ങളുടെ പാർട്ടിപ്പെട്ട ഒരാള് അപ്പുറത്ത് പോയി വേറെ ഏതെങ്കിലും ഇതിന്റെ സ്ഥാനാർത്ഥിയാകുമ്പോ അങ്ങനെ ചെയ്യരുത് എന്ന് ഞങ്ങൾക്ക് പറയാം. ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങളുടെ വാർത്ത. നിങ്ങളെ കുറിച്ച് ഓർത്ത് സഹകരിക്കുക എന്നല്ലാതെ ഞാൻ ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന നഗരസഭയാണ് കോട്ടയം നഗരസഭ. 2 കോടിയുടെ തട്ടിപ്പ് അവിടെ നടന്നു. 215 കോടി കാണുന്നില്ലെന്നുള്ളത്. അവിടുത്തെ നഗരസഭ കൈപ്പത്തി ചിലത്തിത്തവണ കോൺഗ്രസിന് വിരോധിയായിരുന്നു. അതിന്റെ പുറകിലുണ്ടായിരുന്ന CPM-ന്റെ യൂണിയന്റെ നേതാവാണ്. അവരെ വിളിച്ച് അതിനെ അകത്താക്കണം. അതിന് പാർട്ടി ഗവൺമെന്റ് വേണം സംരക്ഷിക്കുക. അവരെ ചാർജ് കൊടുക്കാത്തതുകൊണ്ട് ജാമ്യം കിട്ടി. കണ്ണൂര് ഭീഷണിയല്ലേ, ഭയങ്കരമായ ഭീഷണിയല്ലേ. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തട്ടിക്കളയും. പണ്ട് ആന്തൂരിലെ വിഷയം, ആന്തൂരിലെ ഒരു ദേവദാസിനെ മതിലിൽ ചാടി നിർത്തി വെട്ടിക്കൊന്നു. ആദ്യം 2 കൈയും വെട്ടി, പിന്നെ 2 കാലും വെട്ടി, പിന്നെ കൊന്നു. അവസാനം കഴുത്ത് വെട്ടിക്കൊന്നു. ആന്തൂർ. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി യുവജരാഷ്ട്രീയ പ്രസിഡന്റ്. അയാളെന്താ ചെയ്തതെന്നല്ലേ, ഗുരുതരമായ ഒരു തെറ്റ് ചെയ്യും. അതിനാണ് കൊന്നത്. ഭാര്യ സ്ഥാനാർത്ഥി പഞ്ചായത്തിൽ, സ്വന്തം ഭാര്യ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്തൂരിലെ ദേവദാസ്, ഭാര്യയെ പഞ്ചായത്ത് ഇലക്ഷൻ സ്ഥാനാർത്ഥി ആക്കിയതിന്റെ പേരിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇയാളെ 2 കൈയും 2 കാലും വെട്ടി കഴുത്തു വെട്ടി കൊന്ന പാർട്ടിയാണ്. പറയാൻ ലാസ്റ്റ് നമ്മുടെ എക്സാം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ്
അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. തൊട്ടപ്പുറത്ത് നമ്മുടെ സംസ്ഥാനമായ കർണാടകയിൽ മികച്ച ഭൂരിപക്ഷ 3-2 ഭൂരിപക്ഷം കടക്കാൻ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ശിവകുമാർ അതുപോലെ തന്നെ സിദ്ധാരാമയ്യ സ്വാമി കൂടി വല്ലാത്തൊരു പ്രശ്നം നടക്കാം. ഇതൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? അവിടെ ഒരു പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി DK ശിവകുമാറെ വിളിച്ചാണ്. എന്നോട് പറഞ്ഞില്ലേ ഇത് എങ്ങനെ ഇത് നിങ്ങൾ വിളിച്ചറിയിച്ചാൽ ഞാൻ അറിഞ്ഞില്ല. അപ്പൊ മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. ഒരു ചോദ്യം ചോദിക്കാനില്ല, ഒരു ചോദ്യം. അപ്പൊ ഇവിടുന്ന് അതിർത്തി വിട്ടു ലോക്കൽ കൂടി ഒരു ചോദ്യം ചോദിക്കാനില്ല. ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള പ്രശ്നം സമ്മതിച്ചു. അസാമാന്യമായ തൊലിക്കെട്ടിയാണ്. എന്തിനാണ് ചോദിക്കുന്നത്? ഇത് ഗ്യാങ്ങായിട്ട് വന്നത് ചോദിക്കുക. വേറെ ആരെങ്കിലും നല്ല ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ഗ്യാങ്ങായിട്ട് ചോദിക്കുക. രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം വോട്ട് ജോലി ആണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലായിൽ നിന്നും തൃശ്ശൂർ പോയി വോട്ട് ചേർത്ത് അവിടെ സുരേഷ് ഗോപി തലപരമായി വോട്ട് ചെയ്ത ഒരാളുണ്ട്, ബിജു കുടിച്ചിട്ടുണ്ട്. അദ്ദേഹം പാലാ നഗരസഭ മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹമാണ്. ഇതിനെതിരെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. എന്തുകൊണ്ടാണ് അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല? ഈ ആൾ അന്ന് ഇത് ചെയ്ത സമയത്ത് CPM-ലായിരുന്നല്ലോ. കോൺഗ്രസ് എന്തുകൊണ്ട്? അല്ലല്ല, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. ഈ ആളെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാ. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാ. ഇയാള് ബിജു കുടിച്ചക്കണ്ട അദ്ദേഹത്തിന്റെ മകള് ഈ 3 പേർക്ക് ഇവരൊക്കെ CPM-ലായിരുന്നല്ലോ. ഈ പണി ചെയ്യുന്ന സമയത്ത് CPM-ലായിരുന്നു. ഇവരൊക്കെ CPM-ലായിരുന്നു. എന്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയില്ലാതാണ് ചോദ്യം. അല്ല, അയാളോട് ചോദിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് സ്ഥിരം പരിപാടിയാണ്. കഴിഞ്ഞ പാർലമെന്റിൽ സ്ഥിര പരിപാടിയാണ്. 4-5 പേരുണ്ട് ഗ്യാങ്ങായിട്ട് വരിക, പത്രസമ്മേളനത്തിൽ വരിക. നിങ്ങളൊരു കാര്യം, മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് എങ്ങനെ? 50 മിനിറ്റ് അദ്ദേഹം പാടും. മുള്ളും കേട്ടോണ്ടിരിക്കണം, അദ്ദേഹം നോക്കി വായിക്കണം. മുള്ളു വളരെ ക്ഷമയോടുകൂടി എല്ലാവരും വായിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് 4 ചോദ്യം. അതിൽ 3 ചോദ്യം സ്പോൺസേഡാണ്. 4ാമത്തെ ചോദ്യം ഒരാൾ ചോദിച്ചാൽ ഇഷ്ടമില്ലാത്ത ചോദ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയല്ല, ഞാൻ തിരിച്ചുകൊണ്ടാ നിങ്ങളോട് മറുപടിയാണ്. പുള്ളി പൊട്ടിത്തെറിക്കും. 5ാമത്തെ ചോദ്യമാകുമ്പോ നല്ല നമസ്കാരം പോലെ പുള്ളി എണീക്കും. ഞാനിപ്പോ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ട് ഒരു നല്ല നമസ്കാരം പറഞ്ഞ് എണീക്കുക. അങ്ങനെയല്ല, അതിനുള്ള ധൈര്യം ഇല്ല നിങ്ങൾക്ക് പലർക്കും. അല്ല, നീ ആക്കാരം 1 മണിക്കൂർ ഞാൻ ഇരുന്നല്ലോ. ഞാൻ നിങ്ങൾ ചോദിച്ച സാമാന്യ യുക്തിയല്ല എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടു പോലുമില്ല. നിങ്ങൾ എന്റെ പത്രസമ്മേളനം എന്റെ വീടിന്റെ പ്രസ് പൊളിക്കാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടും ഞാനതിൽ പ്രകോപിതരായില്ല, ഞാനതിൽ ദേഷ്യപ്പെട്ടില്ല. നല്ല സൗഹൃദങ്ങൾ നിങ്ങൾ സ്ഥിരം ചെയ്യാൻ പണിയില്ല. ഇന്ത്യ ഇവിടെ അങ്ങനെയല്ല.